കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് എത്ര വാഹന അപകടങ്ങളാണ് നടന്നത്. ആലപ്പുഴയിൽ കളർകോട് ഉണ്ടാകുന്നു, പാലക്കാട് കല്ലടിക്കോട് ഉണ്ടാകുന്നു, ഇന്നലെ പത്തനംതിട്ടയിൽ സംഭവിക്കുന്നു. പിന്നീട് തുടർച്ചയായി എത്രയോ ഇടങ്ങളിൽ വാഹന അപകടങ്ങൾ നടക്കുന്നു. വലിയ ദുഃഖം നമ്മളിൽ ഉണ്ടാക്കുന്നു. എത്രയോ ആളുകൾക്ക് മരണം സംഭവിക്കുന്ന വലിയ ദുഃഖം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ തുടർച്ചയായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തു ചെയ്യാൻ കഴിയും നമുക്ക് ഇനി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുകയാണ്. ഇന്നിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗമാണ് ചേരുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരുമായി ചർച്ച നടത്തും. ചൊവ്വാഴ്ച ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം ഗതാഗത മന്ത്രിയും വിളിച്ചിട്ടുണ്ട്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, കഴിഞ്ഞ കുറേ ദിവസമായി വാഹന അപകടങ്ങളുടെ ഒരു നിര തന്നെ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. രാവിലെ വരുമ്പോൾ വലിയ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് പല ദിവസങ്ങളിലും കാണാൻ കഴിഞ്ഞത്. പലപ്പോഴും ഈ പുതിയ റോഡുകളൊക്കെ ആണെങ്കിലും പലപ്പോഴും അശ്രദ്ധ കൊണ്ട് അപകടം ഉണ്ടാകുന്നു. ചിലയിടങ്ങളിൽ റോഡിൻ്റെ നിർമ്മാണത്തിലെ പാളിച്ചകൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ പരിഹരിച്ചു പോകാൻ കഴിയും, അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് പലതരത്തിലുള്ള യോഗങ്ങൾ ചേരുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായും ചേരുന്ന യോഗം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ നാളെ ഗതാഗത മന്ത്രി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ച ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇതിൽ ഏത് രീതിയിലുള്ള തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് ആ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ ആണ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത്. ഇന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത യോഗം ചേരുന്നത്. അത് ക്രമസമാധാന ചുമതലയുള്ള ADGP, അതോടൊപ്പം തന്നെ ഗതാഗത കമ്മീഷണർ, ഓരോ ജില്ലയിലെയും പോലീസ് മേധാവിമാർ എന്നിവരടക്കം ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ടാണ് ഈ ഒരു യോഗം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായ രീതിയിൽ MVDയും പോലീസും കൂടി സംയുക്തമായി റോഡിൽ കൂടുതൽ പരിശോധനകൾ, ക്യാമ്പയിനുകൾ, ബോധവൽക്കരണം എന്നിവയടക്കം ആരംഭിക്കുന്നതിൻ്റെ സാധ്യതകൾ ഒക്കെ ഈ യോഗത്തിൽ പരിശോധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് പ്രൈവറ്റ് ബസ് ഓണേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഉടമകളുടെ ഈ പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ പ്രൈവറ്റ് ബസ് മൂലമുണ്ടാകുന്ന റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കർശനമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച്, അതായത് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വാഹന അപകടങ്ങളിൽ അപകടം ഉണ്ടാക്കുന്ന ആ ബസ്സിൻ്റെ പെർമിറ്റ് 3 മാസത്തേക്ക് റദ്ദാക്കുക. അതോടൊപ്പം തന്നെ ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക. ആ അപകടത്തിൽ ഏതെങ്കിലും വ്യക്തികൾ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് റദ്ദാക്കുക. അതോടൊപ്പം തന്നെ ബസ്സിൻ്റെ പെർമിറ്റ് 6 മാസത്തേക്ക് റദ്ദാക്കുക. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സർക്കാരിൻ്റെ ആലോചനയിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള യോഗങ്ങൾ ചേർന്ന് അതിനുശേഷമായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതിനൊപ്പം തന്നെ നാളെ മറ്റൊരു യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി ഈ ദേശീയപാത വികസന അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ദേശീയപാതയുടെ നിർമ്മാണം പലയിടങ്ങളിലും അശാസ്ത്രീയമായിട്ടാണ് എന്നുള്ളതാണ് വലിയ തോതിൽ ഉയരുന്നൊരാക്ഷേപം. അത് സംസ്ഥാനത്തെ PWD എഞ്ചിനീയർമാരുമായി ഒരു തരത്തിലുള്ള കൂടിയാലോചന നടത്തിയിട്ടില്ല. പ്രാദേശിക തലത്തിൽ അതിൻ്റെ ഒരു സാധ്യത പരിശോധിച്ചിട്ടില്ല. അങ്ങനെ പലയിടങ്ങളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് റോഡ് അപകടം പലയിടങ്ങളിലും വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ അത്തരത്തിലൊരു യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഏത് രീതിയിൽ റോഡ് അപകടങ്ങൾ സംസ്ഥാനത്ത് കുറയ്ക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് സർക്കാർ പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള വിവിധ തലങ്ങളിലെ യോഗങ്ങൾ, ചർച്ചകൾ ഒക്കെയാണ് ഇന്ന് മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഏതായാലും കൂടുതൽ ബോധവൽക്കരണം കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. മനു, ഷീജ, വളരെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ തന്നെ നമ്മളും വാഹനം ഓടിക്കുന്നവരും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പലയിടത്തും റോഡുകളൊക്കെ നല്ല റോഡുകളായതോടെ അമിത വേഗത പതിവായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ രാത്രിയിൽ വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ ഡിമ്മടിക്കാനൊക്കെ പലർക്കും വലിയ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ, അശ്രദ്ധകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ നടപടികൾ സർക്കാർ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് നമുക്കും വലിയ ഉത്തരവാദിത്വമുണ്ടെന്നേ. നമ്മൾ റോഡിലിറങ്ങുന്ന, വാഹനവുമായി റോഡിലിറങ്ങുന്ന ഓരോ മനുഷ്യനും സ്വന്തം ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നുണ്ടോ?
തീർച്ചയായും മനു, ആ രീതിയിൽ ബോധവൽക്കരണം അടക്കമാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നമ്മൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, സർക്കാർ ഇങ്ങനെ പലതരത്തിലുള്ള നടപടികളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വാഹനവുമായി നിരത്തുകളിലേക്ക് ഇറങ്ങുന്നവരുടെ ഭാഗത്തു നിന്ന് കൂടി ശ്രദ്ധയുണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. കാരണം പലയിടങ്ങളിലും റോഡിൻ്റെ മധ്യവശത്തായി ഒരു വെള്ള വരയുണ്ടാകും. ആ വരയ്ക്ക് അപ്പുറം പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. പക്ഷേ പല വാഹനങ്ങളും മികച്ച റോഡുകളായി എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പരിശോധിക്കാതെ വളരെ വേഗതയിൽ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ നിരത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ വാഹനം ഉപയോഗിക്കുന്നവർ കൃത്യമായ രീതിയിൽ തന്നെ അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ബോധവൽക്കരണം കൂടി സംസ്ഥാന വ്യാപകമായി തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിക്കാൻ ആലോചനയിലുണ്ട്. അതിൻ്റെ നടപടികളും ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്നതായിരിക്കും മനു. തീർച്ചയായും ഷീജ.